ഇന്ന് കേരമീൻ കറി ഉണ്ടാക്കാം. പിന്നെ 1/2 കിലോ കേരമീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ചുവന്നുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ ഇഞ്ചി വേണം. ഇത് കുടംപുളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാലിലാണ് ഈ കറി ഞാൻ വയ്ക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം. ആദ്യം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി. നല്ലൊരു ബ്രൗൺ നിറാവുന്നത് വരെ ഇളക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഒരുവിധം ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരുവിധം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതൊരു അരമുറി തേങ്ങയുടെ പാലാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഈ പാലെടുത്തേക്കണേ. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ചാറും കിട്ടും. തേങ്ങാപ്പാൽ ചേർക്കാൻ പോവാണ്. നമ്മൾ മീനിലേക്ക് ആവശ്യമായ കുടംപുളി, ഇത്രയും കുടംപുളി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഈ അരപ്പ് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇറക്കിയിടുന്നത്. നല്ലോണം തിളക്കട്ടെ. നമ്മുടെ അരപ്പ് തിളച്ചൊന്ന് നോക്കാം. നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്.
ഈ മീൻകറി നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലിടാം. സിമ്മിലിട്ടിട്ട് ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കറി റെഡിയാവും. കറി പറ്റിയതിന് ശേഷം കാണിക്കാം. നമ്മുടെ മീൻകറി വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഈ കറി കുറച്ച് ചാറ് കൂടുതലായിട്ടാണ് വെച്ചേക്കണത്. ഒരുപാട് വറ്റിപ്പോയി കഴിഞ്ഞാൽ ചാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാറ് കൂടുതലായിട്ടാണ് ഈ കറിയിൽ എടുത്തേക്കണേ. ചാറ് നല്ല പാകത്തിന് പറ്റിയിട്ടുണ്ട്. കട്ടി ചെയ്യേണ്ടത് ചാറൊക്കെ നല്ല പാകത്തിന് കട്ടി ചെയ്തിട്ടുണ്ട്. ഉപ്പ് നോക്കണ്ടേ? എല്ലാം കറക്റ്റാണ്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി കറി നമുക്ക് ഇറക്കാം. അതിന് മുൻപായിട്ട് ഞാൻ